ഹൃദയവുമായി വീണ്ടും എയർ ആംബുലൻസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയവുമായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പുറപ്പെടും. കൊല്ലം ഇടവട്ടം ചിറക്കര സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു ഷിബുവിന്. വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. മാനസ, വീണ്ടും ഹൃദയപൂർവ്വം കേരളം മറ്റൊരു മഹത്തായ ഇടപെടൽ നടത്തുകയാണ്. ഒരു ഹൃദയവുമായി ഒരിക്കൽ കൂടി എയർ ആംബുലൻസ് പറന്നുയരും. എപ്പോഴാണ് എയർ ആംബുലൻസ് പുറപ്പെടുക? മറ്റു കാര്യങ്ങൾ എന്താണ്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഒരു കേരളത്തിന്റെ ഹൃദയപൂർവ്വം പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത്. ഹൃദയവുമായി വീണ്ടും എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക്, തിരുവനന്തപുരത്ത് നിന്നുമാണ് കൊച്ചിയിലേക്ക് പോവുക. ഒപ്പം തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഹൃദയം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. മാത്രമല്ല രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്ത് ആദ്യമായാണ് ജനറൽ ആശുപത്രി. എറണാകുളം ജനറൽ ആശുപത്രിയിലാണോ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്? തീർച്ചയായും എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 22 വയസ്സുള്ള പെൺകുട്ടിക്കാണ് ഹൃദയം നൽകുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് ഹൃദയ മാറ്റ ശസ്ത്രക്രിയ ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത് എന്ന പ്രധാന പ്രത്യേകത കൂടി ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഷിബുവിൻ്റെ 2 വൃക്കകൾ, കരൾ, ഹൃദയം, 2 നേത്രപടലങ്ങൾ, സ്കിൻ എന്നിവയാണ് ദാനം ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായാണ് സ്കിൻ ദാനം ചെയ്യുന്നത് എന്ന കാര്യവും കൂടി പ്രത്യേകതയാണ്. സ്കിൻ ബാങ്കിലായിരിക്കും ഈ സ്കിൻ നിലവിൽ സൂക്ഷിക്കുക എന്ന വിവരം ലഭ്യമാകുന്നുണ്ട്. ഏതായാലും 10 മണിയോടെയാണ് ഹൃദയം കൊണ്ടുപോകുന്ന പ്രക്രിയകളൊക്കെയും തന്നെ തുടങ്ങുക എന്നതാണ്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം 1 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തും. ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിട്ടുണ്ടോ മാനസ? ഹൃദയം കൊണ്ടുപോകുന്നതിനുള്ള സജ്ജീകരണങ്ങൾ, എയർ ആംബുലൻസിന് ഒപ്പം തന്നെ വിമാനത്താവളത്തിലേക്കുള്ള വഴിയൊരുക്കുന്നു, ഇതിനൊക്കെയുള്ള സജ്ജീകരണങ്ങളെല്ലാം റെഡിയാണോ? പോലീസ് എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞോ? തീർച്ചയായും ഇതിനോടകം തന്നെ എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഇതിനു മുൻപ് ഇതേ രീതിയിലുള്ള പ്രവർത്തികൾ നടന്നിരുന്നു, അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഏത് രീതിയിലായിരുന്നു സജ്ജീകരണങ്ങൾ ഒരുക്കിയത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വളരെ ഗൗരവതരമായ ഇടപെടലും അതോടൊപ്പം തന്നെ സജ്ജീകരണങ്ങളും ഒരുക്കിയത് മാതൃകയാണ്. അതേ രീതിയിൽ തന്നെ ഇന്നും 10 മണിക്ക് ശേഷം പെട്ടെന്ന് തന്നെ വിമാനത്താവളത്തിലേക്ക് എത്തിച്ച് വിമാനത്താവളം വഴി എയർ ആംബുലൻസ് വഴിയാണ് ഹൃദയം കൊച്ചിയിലേക്ക് എത്തുന്നത്. കൊച്ചിയിൽ ജനറൽ ആശുപത്രിയിൽ, അതായത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 22-കാരിക്കാണ് ഷിബുവിന്റെ ഹൃദയം മാറ്റിവെക്കൽ നടക്കുക. ഏതായാലും വീണ്ടും ഒരു ഹൃദയപൂർവ്വം പദ്ധതി അല്ലെങ്കിൽ ഹൃദയപൂർവ്വം പ്രവർത്തനവുമായി കേരളം മുന്നോട്ട് പോവുകയാണ്. അതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഷിബുവിന്റെ ഹൃദയം ഉള്ളത്. ഈ ശസ്ത്രക്രിയക്കുള്ള എല്ലാ ഒരുക്കങ്ങളുമായി കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർമാരുടെ സംഘം എപ്പോഴത്തേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തും കൊച്ചിയിൽ നിന്ന്? ഏകദേശം 1 മണിക്കൂറാണ് നിലവിൽ പറയുന്നത്. ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് 1 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ 9:15 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തും എന്നതാണ്. അവിടെ നിന്ന് അതിനുശേഷമായിരിക്കും ഹൃദയം മാറ്റിവെക്കലായി ഹൃദയത്തെ എയർ ആംബുലൻസ് വഴി, അതായത് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകണം. അവിടുന്ന് എയർ ആംബുലൻസ് വഴി കൊച്ചിയിലേക്ക്, എറണാകുളത്തേക്ക് കൊണ്ടുപോവുക. എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനറൽ ആശുപത്രിയിൽ ആദ്യമായി രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ളൊരു ശസ്ത്രക്രിയ നടക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അവയവങ്ങളിൽ സ്കിൻ ദാനം ചെയ്യുന്നതും ആദ്യമായാണ്. ഷിബുവിന് ഈ വാഹനാപകടം സംഭവിച്ചിരുന്നു. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് അവയവങ്ങൾ ദാനം ചെയ്യാനായി ഷിബുവിൻ്റെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ മുൻപ് ഷിബുവും അറിയിച്ചിരുന്നതായുള്ള വിവരങ്ങളൊക്കെയും തന്നെ ലഭ്യമാകുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ, അതായത് ഷിബുവിൻ്റെ 2 വൃക്കകൾ, കരൾ, ഹൃദയം, 2 നേത്രപടലങ്ങൾ, സ്കിൻ എന്നിവയാണ് ദാനം ചെയ്യുന്നത്. അതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞ് ആദ്യഘട്ടത്തിൽ ഹൃദയം മാറ്റിവെക്കലാണ് നടക്കുന്നത്. ഹൃദയമാണ് ദാനം ചെയ്യുന്നത്. ഹൃദയം കൊച്ചിയിലേക്ക്, എറണാകുളത്തേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അത് 1 മണിക്കൂറിനുള്ളിൽ ഡോക്ടർമാരെത്തി ശേഷം ബാക്കിയുള്ള നടപടികൾ നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ശരി മാനസ, ഒരേ സമയം നോക്കൂ, ആ വാർത്ത കേൾക്കുമ്പോൾ ഒന്ന് ആ ഷിബു എന്ന് പറയുന്ന ആ മനുഷ്യൻ, കൊല്ലം ചിറക്കര സ്വദേശി, അവരുടെ കുടുംബത്തോട് എത്ര കടപ്പാടാണ് ഈ നാടിനുള്ളത്? എങ്ങനെയാണ് നമുക്കത് പറഞ്ഞു തീർക്കാൻ പറ്റുക?
ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഷിബുവിൻ്റെ ഹൃദയവും വൃക്കകളും ഒപ്പം തന്നെ നേത്രപടലവും ത്വക്കുമൊക്കെ ദാനം ചെയ്യാൻ ആ കുടുംബം കാണിച്ച ആ വലിയ മനസ്സുണ്ടല്ലോ, ഏറ്റവും സ്നേഹത്തോടെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കാനേ കഴിയുന്നുള്ളൂ. കാരണം അത്രമാത്രം ഈ നാട് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെപ്പോലുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ് ഈ നാട് കെട്ടുപോകാതെ നിൽക്കുന്നത് എന്ന് ഏറ്റവും സ്നേഹത്തോടെ പറഞ്ഞു വയ്ക്കുകയാണ്. എന്ത് പറഞ്ഞാണ് ഞങ്ങൾ നിങ്ങളോടുള്ള കടപ്പാട് വീട്ടുക? ഒരു കുടുംബത്തിന് എത്ര കുടുംബങ്ങൾക്കാണ് ഷിബു എന്ന് പറയുന്ന മനുഷ്യൻ മരണത്തിന് ശേഷം വെളിച്ചമാവുക? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർത്ത് നോക്കൂ, രാജ്യത്ത് ആദ്യമായിട്ട് ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ പോകുന്നു. നമ്മുടെ എറണാകുളത്ത്, നമ്മുടെ കൊച്ചിയിൽ. നമ്മുടെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു കിടക്കുന്ന വിവരദോഷികൾക്കുള്ള മറുപടിയാണ്. ഞാൻ വിവരദോഷികൾ എന്ന് തന്നെ പറയും. അവർക്കുള്ള മറുപടിയാണിത്. അതിൽ പ്രതിപക്ഷത്തെ എല്ലാ പ്രമുഖന്മാരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. എത്ര ആക്ഷേപങ്ങളാണ് എവിടെയൊക്കെയോ സംഭവിച്ച ചില പോരായ്മകളുടെ പേരിൽ ഈ നാടിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് നേരെ അവർ ഉയർത്തിയത്. ആ വിവരക്കേടുകൾക്കുള്ള മറുപടിയാണ് ഇന്ന് രാജ്യത്താദ്യമായിട്ട് ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഈ വാർത്ത. നിങ്ങൾ എത്ര പിറകിൽ നിന്ന് കുത്താൻ ശ്രമിച്ചാലും ഈ നാട് നിവർന്നു നിൽക്കുക തന്നെ ചെയ്യും എന്നൊരിക്കൽ കൂടി ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. ഇതുപോലുള്ള മനുഷ്യരും ഇതുപോലുള്ള സംവിധാനവും ഉള്ളപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഈ എയർ ആംബുലൻസ് ഇത് പിണറായി വിജയന്റെ ധൂർത്താണെന്ന് ആക്ഷേപിച്ചവരായിരുന്നു ഈ പ്രതിപക്ഷം, ഇവിടുത്തെ മാധ്യമങ്ങൾ. നോക്കൂ, ഇപ്പോൾ എൻ്റെ അറിവിൽ ഇത് 6ാമത്തെയോ 7ാമത്തെയോ ഹൃദയ ദൗത്യമാണ് ഈ എയർ ആംബുലൻസ് നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞ തവണയെല്ലാം കൊച്ചിയിലെ ലിസി ആശുപത്രിയിലേക്കായിരുന്നു കൊണ്ടുപോയത്. പക്ഷേ ഇത്തവണ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നാടിൻ്റെ അഭിമാനം ഉയർത്തുന്ന നേട്ടം. ഒപ്പം തന്നെ ഷിബു എന്ന് പറയുന്ന മനുഷ്യനോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാടും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം.